അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് മുമ്പോട്ട് പോവാം. നമുക്ക് ഓക്കെ, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതും കൂടെ എടുത്ത് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ഞാൻ ഒരു സജഷൻ വെക്കാം. നമ്മൾ ഈ രണ്ടുപേര് തന്നെയായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണമെങ്കിൽ ഒരു മോഡറേറ്ററെ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയവും കൃത്യമായി അനുവദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. കാരണം ഇത് നമ്മൾ 1-on-1 എന്റെ ഒരു പ്രതീക്ഷ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പം നിങ്ങൾ കുറേയേറെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, മറിച്ച് കുറേയേറെ നിങ്ങളുടെ ആശയങ്ങളും ചിന്തകളും എല്ലാം കൂടെ എന്നെ അടിച്ചേൽപ്പിക്കാനും അത് ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്നെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ രീതിക്കോടെ ചർച്ച കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഒരു മോഡറേറ്റർ ഉണ്ട് എങ്കിൽ കൃത്യമായി നിങ്ങൾക്കുള്ള സമയം അനുവദിക്കുകയും എനിക്കുള്ള എന്റെ സമയം അനുവദിക്കുകയും മറുപടികളിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടാകും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഭാഗം കൂടി നിങ്ങൾ കാണിക്കൂ. ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് സംസാരിച്ചിട്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പിന്നീട് ഇരിക്കാം. നമുക്ക് ഈ രീതിയിൽ തന്നെ പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയെന്ന് തോന്നുന്ന ഒരു ഭാഗം തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. നമുക്ക് എന്നെ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ആയിക്കോട്ടെ. നമുക്ക് ഇതിപ്പോ കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്കൾ പറഞ്ഞതിൽ കുറെ വേറെ ഒരു ഇതുണ്ട്. പക്ഷെ ഏതായാലും നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം. കേട്ടോ, നമ്മൾ ഈ പഴയ നിയമത്തിലെ ഈ കഥകൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ചില പാസ്റ്റർമാരൊക്കെ പറയാറുണ്ട്, അല്ലാതെ പഴയ നിയമത്തിൽ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പഴയ നിയമത്തിലെ ദൈവത്തിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്നു, ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക്, അവിടെ ഒരു യേശു ഉണ്ട്. അതൊരു സംഭവം തന്നെയാണ്. സ്നേഹസമ്പന്നനായ, നീതിമാനായ, കരുണാമയനായ ഒരു ദൈവം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ ദൈവം. വാളെടുത്തവൻ വാളാലെ അതുകൊണ്ട് വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞൊരു ദൈവം. ഒരു കർണത്തെ അടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു ദൈവം. ശരിയാണ്, പുതിയ നിയമത്തിൽ ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഒരു 15-20 സെന്റൻസുകൾ ഇത്തരത്തിലുള്ളതുകൊണ്ട് അത് യേശുവിന് മുമ്പും പല ഫിലോസഫേഴ്സും ബുദ്ധനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ ഇത്തിരി വാക്കുകളിൽ മാറ്റം വരുത്തി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള മറ്റൊരു യേശുവിനെ നിങ്ങൾ സൂക്ഷ്മമായി ഈ ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 10 ഗുണം എന്ന് പറയല്ലേ, മോളിലിരിക്കുന്ന അപ്പൻ ദൈവത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള ഒരു യേശു ഉണ്ട്. ഇവിടെ ഈ വാളെടുത്തവൻ വാളാലെ എന്ന് യേശു പറയാൻ കാര്യം, വാൾ ഉറയിലിടുക എന്ന് പറയാൻ കാര്യം, ഒരു 10-200 റോമൻ പട്ടാളക്കാർ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാളുമായിട്ട് വന്നപ്പം പത്രോസിന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. അവൻ എതെടുത്ത് ഒരുത്തനെ വെട്ടി. അന്നേരപ്പോഴാണ് യേശു അയാളുടെ പ്രാക്ടിക്കൽ ബോധം അന്നേരം ഉയർന്ന് പത്രോസിനോട് പറയുന്നത്, എടാ പൊട്ടങ്ങനാപ്പാ, ഇവിടെ 10-200 പട്ടാളക്കാരാ വാളുമായിട്ട് നിൽക്കുന്നത്, അവർ അറിഞ്ഞം പുറഞ്ഞം വെട്ടും, നീ അതുകൊണ്ട് അത് താഴെയിട്, പണി കിട്ടും എന്ന് മാത്രം പറഞ്ഞതിനെ നമ്മൾ ഇച്ചിരി പോളിഷ് ചെയ്ത വാക്കുകളിൽ പറയും. ഇത് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. എന്താണ് ഇതിനെപ്പറ്റി താങ്കൾ മനസ്സിലായി? കാരണം ഇപ്പൊ ഇപ്പൊ നമ്മൾ തകഴിയുടെ ചെമ്മി വായിക്കുക, തകഴിയുടെ ചെമ്മി വായിക്കുമ്പോൾ അവിടെ സ്റ്റോറി ലൈൻ ഉണ്ട്. അവിടെ സ്റ്റോറി ലൈൻ ആണ്. എന്താണ്, കറുത്തമ്മ, പരിക്കുട്ടി, അവിടെ ചെമ്പകുഞ്ഞ്, ഇവരെല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റോറി ലൈനിലുണ്ട്. ആ സ്റ്റോറി ലൈനിൽ ഒന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ സംഭവം നടന്നതാണെന്ന് പറയും. ഈ താങ്കൾ ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റോറി ലൈൻ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഇവർ ഏത് ഗ്രന്ഥം ആയിക്കോട്ടെ, താങ്കളിപ്പോ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല താങ്കൾ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ തകഴി എടുത്തുകൊണ്ട് മലയാളികൾക്ക് മനസ്സിലായിക്കോട്ടെ. ഇപ്പൊ തകഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ്, ഇങ്ങനെയാണ് ചെമ്പകുഞ്ഞ് ഇങ്ങനെ ഒരു വൃത്തിയോട് കാണിച്ചു. അപ്പൊ ഇവിടെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ആ സ്റ്റോറി ലൈൻ എന്താണ്? യേശു ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്. അവൻ സംസാരിക്കുമ്പോൾ ആളുകൾ പിൻവാങ്ങി നിലത്ത് വീഴുന്നു. അവന്റെ ശബ്ദം കേൾക്കുന്ന മാത്രമേ ആൾക്കാർ പിൻവാങ്ങി നിലത്ത് വീഴണേ. അവർക്ക് അന്ധത പിടിപ്പിക്കുന്നു. അപ്പൊ ഈ ഇത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇവർ സ്റ്റോറി ലൈനോടെ കിടക്കുകയാണ്. താങ്കൾ പറയണം, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇത് എല്ലാ മതങ്ങളും മിത്താണ്. എനിക്കൊരു ചോദ്യം ജെയിംസ് കുരിക്കാട്ടിലൂടെ ചോദിക്കാനുള്ളത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറിയിലും വിശ്വസിക്കുക, അതൊക്കെ നിങ്ങളുടെ സ്വന്തം താല്പര്യമാണ്. ഈസ് ജീസസ് എ മിത്ത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ജീസസ് എന്ന് പറയുന്ന ഒരു മിത്താണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അതൊരു ചരിത്ര പുരുഷനായിരുന്നു? ഇവിടെ നിങ്ങള് എന്തേ ആ ക്ലിപ്പ് കാണിച്ചപ്പോൾ ആ സംഭവം ഞാൻ ഈ ബൈബിള് ഈ മിത്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയാം കേട്ടോ. ഈ വാള് ഉറയിലിടുക എന്ന ആശയത്തിന്റെ ഇത് വ്യക്തമാക്കാനായിട്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തേ നമ്മുടെ ഓഡിയൻസിനെ കാണിക്കാത്തത്? യേശു വാള് വാങ്ങുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വാള് വാങ്ങാൻ പറയുന്നത് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം എടുത്തത്.
നിങ്ങൾ എന്താ അവിടെ കട്ട് ചെയ്യുന്ന അജി? അതും കൂടെ ഒന്ന് കാണിച്ചേ. അയ്യോ ഞാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പറഞ്ഞു. ഞാൻ അത് കണ്ട ബൈബിളില് പിന്നെ വാക്യം ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതൊന്ന് കാണിക്കുക അജി. കേൾക്കാം അത് കട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ അത് കേൾപ്പിക്കാം. പ്രധാനപ്പെട്ട ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ അല്ലല്ലോ കാണിക്കേണ്ടി. ഇൻട്രൊഡക്ഷൻ കാണിച്ചിട്ടല്ല ചോദിക്കുന്നത്. എന്റെ മർമ്മപ്രധാനമായ പോയിന്റ് എന്താണ് അജി? യേശു ഈ വാളെടുത്തവൻ വാളാലെന്നൊക്കെ ഉള്ളത് കൊട്ടി ഘോഷിക്കുമ്പോൾ നിന്റെ ഉടുപ്പ് വിറ്റും വാള് വാങ്ങുക എന്ന് പറയുന്ന ഒരു യേശു ഉണ്ട് ബൈബിളില്. ഞാൻ ബൈബിൾ കോട്ട് ചെയ്ത സുവിശേഷം പിന്നെ ആളുടെ ഇതും അധ്യായവും പറഞ്ഞോണ്ടല്ലേ, സുവിശേഷകാരന്റെ പേരും അധ്യായവും പറഞ്ഞോണ്ടല്ലേ അജി ഞാൻ പിന്നെ പറഞ്ഞത്. ഞാൻ അവിടെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ? ആ സെന്റൻസുകളൊന്ന് കാണിച്ച് അല്ലാതെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അത്രയും കട്ട് ചെയ്തപ്പോ കാണിച്ചാൽ മതിയല്ലോ. സുഹൃത്തെ ഞാൻ കാണിക്കുമല്ലേ, നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞാൻ കാണിക്കുമല്ലേ. ഇത് ഒരു മിനിറ്റ് നിൽക്ക്, ഇതാണെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഇതല്ലെങ്കിൽ പറഞ്ഞു. നമുക്കതൊന്ന് കാണാം. ഞാനിത് പറയുന്നത് വിശ്വാസമാകുന്നില്ല എങ്കിൽ ബൈബിളിലെ വാക്കിൽ നിന്ന് നമുക്ക് നേക്കാം. ലൂക്കായുടെ സുവിശേഷമാണ് 22-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. ഒരു വാക്കോ ഒരു വരിയോ ബൈബിളിൽ ഇല്ലാത്തത് ഞാനിവിടെ വായിക്കുന്നില്ല. ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ ഭാണ്ഡവും. യേശു പറയുന്ന വാക്കുകളാണ് കേട്ടോ. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. അവർ പറഞ്ഞു, കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, അത് മതി. സ്വന്തം കുപ്പായം വിറ്റ് വാള് വാങ്ങാൻ പറയുന്ന ഒരു യേശു. അങ്ങനെയാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പത്രോസിന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നത് എന്നുകൂടി കൂട്ടി വായിക്കണം. ഇവിടെ ക്ലിയർ ആണല്ലോ. ഇനിയും ഇവിടെ ഇപ്പം നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ സമയമെടുത്ത് ഈ ക്ലിപ്പെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി എന്റെ മറുപടി, ഈ ഞാൻ പറഞ്ഞ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 36-ാമത്തെ ആ വാക്കുകള്, അവിടെ യേശു അവരോട് കുപ്പായം വിറ്റ് വാള് വാങ്ങാൻ പറയുന്നുണ്ടോ? അതിന് മറുപടിയായിട്ട് ശിഷ്യന്മാരെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 2 വാളുണ്ട് എന്ന് പറയുന്നുണ്ടോ? അതിന് വീണ്ടും മറുപടിയായിട്ട് യേശു എന്നാൽ അത് മതി എന്ന് പറയുന്നു. ഉണ്ടെന്നാണ് അജിയുടെ ഉത്തരമെങ്കിൽ ആ കാര്യം പറയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇനി അജി പറയൂ, ഉണ്ടോ അങ്ങനെ ഒരു ഭാഗം ബൈബിളിൽ നിന്ന് ഞാൻ വേറെ എവിടുന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എഴുതിയതാണോ, അതോ അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഈ പറയുന്ന വാക്കുകൾ വരികളുണ്ടോ? ഞാൻ ആ വരി അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കുവാണ്. അവിടെ യേശുക്രിസ്തു നിങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിന്റെ മുകളിൽ താഴെങ്കിൽ നിന്ന് വായിക്കാനുള്ള മര്യാദ കേട്ടോ. അവിടെ യേശുക്രിസ്തു പറയാം, പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചിട്ട് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലുള്ളവൻ അത് എടുക്കട്ടെ. അവൻ മടിശീല എന്ന് പറഞ്ഞാൽ അറിയാലോ, പേഴ്സ്. പൊക്കണമുള്ളവൻ അതും എടുക്കട്ടെ, ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊടുക്കട്ടെ. അതിന്റെ കാരണം തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇന്ന് നിവൃത്തി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ 2 വാൾ എന്തിനാണ് അവിടെ തന്നെ പറഞ്ഞു. താങ്കൾ തന്നെ വായിക്കുകയാണ്, ഒരു ഒറ്റ സെന്റൻസ് ആയിട്ട് വായിച്ചാൽ മതി. അവൻ കൊല്ലാനോ വെട്ടാനോ അല്ല പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന് 2 വാള് നീ വിറ്റോളാനോ, അല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ വാള് മേടിക്കാനല്ല പറഞ്ഞു. ഇത്രമാത്രം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്ത 10,000 പേര് അന്തം വിട്ട് കുന്തം വഴി മുകളിലോട്ട് നോക്കി ഇരിക്കുകയാണ്. ഇത് എന്താണ് ഇയാൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും അവർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവനെ സുഹൃത്തെ താങ്കൾ ചോദ്യം ചോദിച്ചേക്കാണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറയാം. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന തിരുവഴുത്തിന് നിവൃത്തി വരണം എന്നുള്ളതിനെ പറ്റി എന്നെ കുറിച്ച് അവിടെ താഴ്ത്തു വായിച്ചാൽ മതി. 2 സെന്റൻസ് താഴ്ത്താൻ വായിച്ചാൽ മതി. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവെ, ഇവിടെ 2 വാളുണ്ട് എന്ന് പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പൊ എന്തിനാണ് അവിടെ വാള് മേടിച്ചതെന്നും വാള് മേടിക്കാൻ പറഞ്ഞതെന്നും എന്താണ് അവിടെ കോണ്ടെക്സ്റ്റ് എന്നും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. താങ്കള് 10,000 വരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ 10,000 പേര് വന്നു, എനിക്കറിയില്ല. അത് അവിടെ ഞാൻ നോക്കിയിട്ട് 10,000 പേരൊക്കെ ആ പടം ഇരിക്കട്ടെ. എന്തായാലും അവിടെ 10,000 പേര് നിങ്ങൾ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. 10,000 പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
അല്ല 10,000 പേർ, അവിടെ 1000 പേരുണ്ടെന്ന് കരുതിയാൽ മതി. അത് വിട്. ഇപ്പൊ ഞാൻ അതല്ല അത് വിഷയം നിങ്ങൾ സമയം ആവർത്തിച്ച് പറയുന്നു 10,000 പേര് 10,000 പേര്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അല്ല എന്നാ വേണ്ട, ചോദ്യം 1000 പേർ, പറയൂ, ചോദ്യം തീർക്കൂ. 1000 പേർ. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ വാൾ എന്തിനാണ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു? ആൾക്കാരെ വെട്ടാനോ കൊല്ലാനോ അല്ല, അധർമ്മികളുടെ കൂട്ടത്തിൽ കർത്താവിന് എണ്ണണം എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന് വേണ്ടി 2 വാൾ അവിടെ ഉണ്ട്, അത് മതി, അല്ലാതെ കൊല്ലാൻ വേണ്ടിയല്ല. പത്രോസ് ആ വാളെടുത്ത് വെട്ടിയപ്പോ കർത്താവിന്റെ മറുപടി എന്താണ്? കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാളെടുത്ത് നിന്റെ ഉറയിലിടുക. എന്തിനാണ് വാളെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നു? എന്നെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന് വേണ്ടി ചെയ്യണം. ഇനി മറുപടി പറഞ്ഞോട്ടെ. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാന്നുള്ളതാണ് എന്റെ വാദം. താങ്കൾ പറഞ്ഞു. ഇവിടെ അജി ചെയ്യുന്നത് ഒരു വലിയ ആത്മവഞ്ചനയാണ്, സെൽഫ് ഡിസെപ്ഷനാണ്. കാരണം അജിക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഒന്ന്, ഈ ഭാഗവും ബൈബിളിൽ 2 സുവിശേഷകാരന്മാരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ വരി മറ്റേയാളുടെ വരിയിൽ ഇല്ല എന്ന് അജി തന്നെ അതൊന്ന് എടുത്ത് വായിച്ചാൽ അറിയും. അജിക്ക് വേണ്ടതാണ് വായിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അജി തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്, ഇത് വെട്ടാൻ വേണ്ടിയൊന്നും അല്ല വാള് വാങ്ങിയത്. പിന്നെ എന്താണ് ആ വരി? എന്താണ് ഈ വരി? മറ്റേയാളുടെ സുവിശേഷത്തിലില്ല. അത് വേറൊരു കാര്യം. അജിനെ ഏത് ബൈബിളിൽ നിന്നാണ് പൊക്കിക്കൊണ്ട് വരുന്നത് തന്നെ എനിക്കറിയില്ല. ഇപ്പൊ ബൈബിൾ എത്രയോ വേർഷൻസ് ഉണ്ട്, എത്രമാത്രം സെന്റൻസുകൾ മാറ്റമുള്ളതെന്ന് അറിയാം. കാരണം ഈ ഒരു പ്രയോഗം തന്നെ അധർമ്മികളുടെ കൂട്ടത്തിൽ എഴുതിയിരിക്കും. ഇത് അവിടെ ഇല്ല എന്നുള്ളത്. പിന്നെ അജിയെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. അജി എന്തുകൊണ്ടത് അറിയുന്നില്ല. പിന്നെ ഇത് വെട്ടാൻ വേണ്ടിയല്ല, പിന്നെ എന്താണ് അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന നിങ്ങള് ഇവിടെ പത്രോസ് വെട്ടുന്നില്ലേ? ആവശ്യം വന്നപ്പോൾ പത്രോസ് വെട്ടിയില്ലേ? പത്രോസ് വെട്ടിയോ? അത് നിങ്ങൾ തന്നെയല്ലേ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് വാള് വാങ്ങാനേ പറഞ്ഞുള്ളൂ, വെട്ടാൻ വേണ്ടിയല്ല. പക്ഷെ പത്രോസ് ആവശ്യം വന്നപ്പം വെട്ടിയോ? കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. വെട്ടി കഴിഞ്ഞപ്പോൾ കർത്താവ് ചെയ്ത കാര്യം എന്താണെന്ന് താങ്കൾക്ക് അറിയാവോ? ഒരു ശിഷ്യന്റെ കർത്താവ് ചെയ്ത അത്ഭുതം അല്ല, താങ്കൾക്ക് അറിയാവോ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് വെള്ളം വീഞ്ഞാക്കി താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു, കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. ഇടയ്ക്ക് കയറല്ലേ, മോശമല്ലേ? അപ്പോൾ പത്രോസ് വെട്ടിയപ്പോൾ കർത്താവിന്റെ പ്രതികരണം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യമാണ് പറഞ്ഞത്. പത്രോസെ, നീ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെന്ന് പറഞ്ഞു. അവൻ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവിയാണ് വെട്ടിയത്. ആ ചെവി അവനെ സുഖപ്പെടുത്തി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ടൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു പ്രീടെക്സ്റ്റ് ഉണ്ട്. അവിടെ എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിനുള്ള നമ്മളൊരു ഡിഡക്ഷൻ ഉണ്ട്. കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ച കാര്യം ഇതാണ്. അവിടെ പത്രോസ് വാളെടുത്ത് വെട്ടി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പ്രതികരണം വാൾ ഉറയിലിടുക. അതിനുശേഷം ആ മഹാപുരോഹിതന്റെ ദാസനെ അവന്റെ ചെവി തൊട്ട് സൗഖ്യമായി. അവന്റെ മുറിഞ്ഞു പോയി ചെവി തിരിച്ചു പിടിപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് കണ്ടിട്ട് ഇത് കാണാതെ ഇത്രയും പേരെ മുമ്പിൽ വെച്ച് താങ്കൾ ഒരു സ്വയം പരിഹാസനായി തീർന്നോളെ. എന്റെ ഒരു താങ്കളുടെ കാഴ്ചപ്പാടാവും. നമുക്ക് ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത പോസ്റ്റിലോട്ട് കിടക്കാം.